ലോകത്ത് 56 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആകെ അവശേഷിക്കുന്നത് 4 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ. അപ്പോൾ ഈ 52 കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളും അസ്തമിച്ചതിന്റെ പിന്നിൽ ഒരു പ്രത്യേകമായിട്ടുള്ള പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. അതായത് അത് റഷ്യയിലാണെങ്കിലും അത് പോളണ്ടിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അത് അങ്ങേയറ്റം വിശാലമായ ഒരു തൊഴിലാളി വർഗ സർവാധിപത്യ ജനാധിപത്യം അവിടെ ഉണ്ട്. അങ്ങനെയാണ് അധികാരത്തിൽ വരുന്നത്. റഷ്യയിൽ ലെനിൻ അധികാരത്തിൽ വന്നതും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? പിന്നെ പാർട്ടി പിടിമുറുക്കുകയാണ്. ജനാധിപത്യം അപ്രത്യക്ഷമാവുകയും പാർട്ടിയുടെ ഏകാധിപത്യത്തിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ തുടർച്ചയായിട്ടുള്ള ഭരണങ്ങൾ വരും. പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രവർത്തന അനുമതി ഇല്ലാത്തതുകൊണ്ട് പ്രതിപക്ഷമില്ല. തെരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും വീണ്ടും അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഏറ്റവും അവസാനം എന്ത് സംഭവിക്കും? ഈ പാർട്ടി എന്നുള്ളത് തന്നെ ചുരുങ്ങി ചുരുങ്ങി ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യും. പിന്നെ പാർട്ടിയില്ല, വ്യക്തി മാത്രമാവും. ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ നമുക്ക്